യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റും ഉപ്പുതറ പഞ്ചായത്ത് അംഗവുമായ ഫ്രാൻസിസ് അറക്കൽപറമ്പലിനെതിരെ ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് പരാതി നൽകി. ഉപ്പുതറ പഞ്ചായത്തിലെ ആസ്തി രജിസ്റ്റർ തിരുത്തിയെന്നാരോപിച്ചാണ് ക്രിമിനൽ കേസ് എടുക്കണമെന്നാവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറി മുതൽ ഉപ്പുതറ CI വരെയുള്ളവർക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഉപ്പുതറ പഞ്ചായത്തിലെ ആസ്തി രജിസ്റ്ററിൽ ഇല്ലാതിരുന്ന 1-ാം വാർഡിൽ ഉൾപ്പെട്ട ചെമ്പകപ്പാറ ചാണ്ടിപ്പടി റോഡ് ഉൾപ്പെടുത്തിയത് ക്രിമിനൽ കുറ്റമാണ്. ഇതിനെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ കുടിയേറ്റ പഞ്ചായത്താണ് ഉപ്പുതറ. ആദ്യമായാണ് ഇത്രയും വലിയ അഴിമതി പഞ്ചായത്ത് നേരിടുന്നത്. പഞ്ചായത്തിന്റെ ആധികാരിക രേഖയാണ് ആസ്തി രജിസ്റ്റർ. ഇതാണ് കോൺഗ്രസ് യുവജന നേതാവും പഞ്ചായത്ത് അംഗവുമായ ഫ്രാൻസിസ് ദേവസ്യ അറക്കിപ്പറമ്പിൽ തിരുത്തി പുതിയ റോഡ് തിരികെ കയറ്റിയത്. നിലവിലുണ്ടായിരുന്ന പ്ലാൻ ക്ലർക്കിന്റെ കയ്യിൽ നിന്നും ആസ്തി രജിസ്റ്റർ വാർഡിലെ ഒരാസ്തി നോക്കുവാൻ എന്ന വ്യാജേന വാങ്ങുകയും ഇതിൽ ഇയാളുടെ വാർഡിലെ റോഡായ ചെമ്പകപ്പാറ ചാണ്ടിപ്പടി എന്ന റോഡിന്റെ വിവരങ്ങൾ ഇതിൽ എഴുതി ചേർക്കുകയും വ്യാജരേഖ ചമയ്ക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പരാതി. ഇയാൾ നിലവിൽ വാർഡിലുള്ള റിസോർട്ട്, ഹോം സ്റ്റേ തുടങ്ങിയ നിർമ്മാണങ്ങൾക്കും ഇടനിലക്കാരായി പ്രവർത്തിക്കുകയും ഒരുപാട് സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നേരിട്ടും അല്ലാതെയും നടത്തിയിട്ടുണ്ടെന്നും പരാതിയിലുണ്ട്. ആസ്തി രജിസ്റ്റർ എന്ന് പറയുന്നത് പഞ്ചായത്തിന്റെ ഔദ്യോഗിക രേഖയാണ്. ഈ ഔദ്യോഗിക രേഖ ഒരു ഇതിനകത്ത് ചേർക്കണമെങ്കിൽ തന്നെ ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. നിലവിൽ ഒരു റോഡാണെങ്കിൽ റോഡിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഉള്ള ആളുകളുടെ സ്ഥലങ്ങൾ, താമസിക്കുന്ന ആളുകളുടെ സ്ഥലങ്ങൾ, സ്ഥലസംബന്ധമായ രേഖകൾ വേണം. അത് പട്ടയമുള്ളതാണെങ്കിൽ അതിൻ്റെ കരോട് രജിസ്റ്റർ ആളുകൾ സംവിധാനങ്ങൾ വേണം. അതൊരു സെൻട്രൽ ഫോം, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സെൻട്രൽ ഫോമിൽ അത് കൃത്യമായിട്ട് എഴുതി മേടിക്കുകയും അത് ഭരണസമിതി തീരുമാനപ്രകാരം, അത് ഇത്ര നമ്പർ തീരുമാനപ്രകാരം അത് ഇതിനകത്ത് ആസ്തി ഉൾപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ആ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു കൃത്യമായിട്ട് ചെയ്യേണ്ട ഒരു രീതി ഇരിക്കുകയാണ് ഇത്തരത്തിൽ ഒരു മുമ്പുണ്ടായിരുന്ന പഴയൊരു ആസ്തി രജിസ്റ്ററിൽ പേര് എഴുതി ചേർക്കുകയും റോഡിൻ്റെ വിവരങ്ങൾ എഴുതി ചേർക്കുകയും എന്നാൽ ഈ ഇതിനെ സംബന്ധിച്ച് നമ്മുടെ ഓരോ ആസ്തി രജിസ്റ്ററും അത് കാര്യമാക്കുമ്പോൾ സെക്രട്ടറിയാണ് അത് ഒപ്പിട്ട് സീൽ വെച്ച് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെക്രട്ടറിയുടെ ഒപ്പ് സ്വന്തമായിട്ട് അതോടൊപ്പം തന്നെ സീല്, പഞ്ചായത്തിൻ്റെ സീലും സെക്രട്ടറിയുടെ സീലൊക്കെ എടുത്ത് അതിലടിച്ച് ഒരു വ്യാജ രേഖയാണ് അവിടെ നിർമ്മിച്ചത്. ഫ്രാൻസിസ് എന്ന് പറഞ്ഞ പഞ്ചായത്താണ് ഇത് കാര്യം ചെയ്യുന്നത്. കുറ്റാരോപിതനായ പഞ്ചായത്ത് അംഗം പഞ്ചായത്തിലെ നിയമങ്ങളെ കാറ്റിപ്പറത്തി വ്യാജരേഖ ചമച്ച ഒപ്പിട്ട് ആൾമാറാട്ടം വരെ നടത്തി. ആസ്തി രജിസ്റ്റർ തിരുത്തിയെന്ന് അറിഞ്ഞയുടൻ സെക്ഷൻ ക്ലർക്ക് പ്രസിഡന്റായി തന്നെയും സെക്രട്ടറിയുടെ ചുമതലയുള്ള അസിസ്റ്റന്റ് സെക്രട്ടറി വിവരം അറിയിക്കുകയും ചെയ്തു. തുടർന്ന് ഇയാൾ അവധിയിൽ പോയി പിന്നീട് ട്രാൻസ്ഫർ വാങ്ങി പോവുകയും ചെയ്തു. മുൻപ് ഈ റോഡ് സംബന്ധമായി കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി ഒരു വ്യവസായി ആസ്തി രേഖ വാങ്ങിയിരുന്നു. അന്ന് ഈ വിവാദ റോഡ് ഇതിൽ ഉണ്ടായിരുന്നില്ല. ഈ രേഖ ഇപ്പോൾ കോടതിയിലുണ്ട്. പിന്നീടാണ് റോഡ് ആസ്തിയിൽ തിരികെ കയറ്റിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് പണമിടപാടുകളും നടന്നതായി പരാതിയിൽ പറയുന്നു. ഇയാൾക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കുകയും ഇയാളുടെ പ്രവർത്തനത്തെ പറ്റിയും പണമിടപാടുകളെ പറ്റിയും സമഗ്ര അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടാണ് ചീഫ് സെക്രട്ടറി മുതൽ ഉപ്പുതറ CI വരെയുള്ള 15ഓളം സ്ഥലങ്ങളിൽ ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് പരാതി നൽകിയിരിക്കുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.